കേരളത്തിലെ CPM ഇപ്പോൾ ഒരു തിരിച്ചറിവിന്റെ പാതയിലാണ്. ഒരു കാലത്ത് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ അതേ സർക്കാർ ഇന്ന് അതേ വിശ്വാസികൾ തങ്ങളുടെ കരുത്താണ് എന്ന് പറയുന്ന അത്ഭുത കാഴ്ച. 10 വോട്ടിനും 4 കസേരയ്ക്കും വേണ്ടി ആശയത്തെ തള്ളിപ്പറയില്ല എന്ന് തള്ളിയവർ തന്നെ ഇന്ന് അതേ വോട്ട് ബാങ്ക് മുന്നിൽ കണ്ട് ഭക്തി പറഞ്ഞ് വിശ്വാസികളെ ഒപ്പം നിർത്താൻ പാടുപെടുന്ന കാഴ്ച. അതാണ് പമ്പയിൽ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം എന്ന തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട്. 6 വർഷങ്ങൾക്കിപ്പുറം അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അന്ന് പറഞ്ഞ നിലപാട് തെറ്റായിരുന്നുവെന്ന് തെറ്റ് ഏറ്റുപറയുന്ന കാഴ്ച. അയ്യപ്പ ഭക്തരുടെ സംഗമം നടത്തി അവിടെ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്ന പിണറായി വിജയൻ അന്നും ഇന്നും സർക്കാർ നിലപാടിനെ തെറ്റാണ് എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന പ്രതിപക്ഷം. കാലം അധികമൊന്നും പിന്നോക്കം പോകേണ്ട, വെറും 6 വർഷം മുൻപാണ്. അന്ന് പറഞ്ഞതും ചെയ്തതും ഇന്ന് പിണറായി വിജയനും സർക്കാരും മറന്നുപോയെങ്കിലും ഇന്നാട്ടിലെ വിശ്വാസികൾ അതൊന്നും മറന്നു കാണില്ല. അന്ന് സുപ്രീം കോടതി വിധിയുടെ മറുപിടിച്ച് ശബരിമല പോലൊരു പുണ്യ പൂങ്കാവനത്തിലെ ആചാരങ്ങൾ ലംഘിക്കാൻ മുന്നിട്ട് നിന്നത് സർക്കാരായിരുന്നു. ഒടുവിൽ 6 വർഷങ്ങൾക്കിപ്പുറം സർക്കാർ തെറ്റ് മനസ്സിലാക്കുന്നു, തിരുത്തുന്നു. ഒന്നോർത്തു നോക്കൂ, സ്വന്തം തെറ്റ് മനസ്സിലാക്കാൻ CPMനും അത് നേതൃത്വം നൽകുന്ന സർക്കാരിനും 6 വർഷം വേണ്ടി വന്നു എന്നത് എത്ര ദൗർഭാഗ്യകരമാണ്. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം നൽകാമെന്ന സുപ്രീം കോടതി വിധി തെറ്റായിരുന്നുവെന്ന് തുറന്നു സമ്മതിക്കുകയാണ് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമാണത്രേ. മറ്റൊരു സത്യം കൂടി കടകംപള്ളി സുരേന്ദ്രൻ തുറന്നു സമ്മതിക്കുന്നുണ്ട്. ജനവികാരം എതിരായതുകൊണ്ടാണ് സർക്കാർ യുവതീ പ്രവേശനത്തിൽ നിന്ന് പിന്മാറിയത് എന്ന്. വിശ്വാസിയല്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭഗവത്ഗീതയിലെ ശ്ലോകം ഉദ്ധരിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ് എന്ന് നോക്കൂ. ഭക്തിയെയും ഭക്തരെയും തിരിച്ചറിയാൻ ഭഗവത്ഗീത വായിച്ചാൽ മതിയെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഗീതയിലെ 8 ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് മുഴുവൻ ഭക്തരെയും ഭക്തിയെയും കുറിച്ചായിരുന്നു. ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടകൾ ഉള്ളവരാണ് എന്നും അത്തരക്കാർ അയ്യപ്പ സംഗമം തടയാൻ ശ്രമം നടത്തിയതായും പറഞ്ഞ മുഖ്യമന്ത്രി പറയാതെ പറയുന്നതും ഭക്തിയും ഭക്തരുമാണ് പ്രധാനമെന്നാണ്. യഥാർത്ഥ ഭക്തരുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിനാണ് ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിൽ 13 മുതൽ 20 വരെയുള്ള 8 ശ്ലോകങ്ങൾ അദ്ദേഹം ഉദ്ധരിച്ചത്. ഇവിടെ ഒരു കാലത്ത് 10 വോട്ടിനും 2 സീറ്റിനും വേണ്ടി നിലപാട് മാറ്റില്ല എന്നും പറഞ്ഞ CPMും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് ഭക്തരുടെ പേര് പറഞ്ഞ് ഭഗവത്ഗീത ഉദ്ധരിക്കുന്നതുവരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. ഇതുവഴി CPM നടത്തുന്നത് ഒരു തെറ്റ് സമ്മതിക്കലാണ്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള നീക്കം CPMനും LDFനും തിരിച്ചടിച്ചുവെന്ന സത്യത്തിൽ നിന്നുണ്ടായ കുറ്റസമ്മതം. 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്കുണ്ടായ ക്ഷീണം ശബരിമല വിശ്വാസം തകർക്കാൻ ശ്രമിച്ചതിന് കിട്ടിയ തിരിച്ചടിയാണ് എന്ന് CPM പരോക്ഷമായി സമ്മതിക്കുകയാണ് ഇവിടെ. അന്ന് നഷ്ടമായ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാനുള്ള നീക്കമാണ് ഇപ്പോഴത്തേത്. പക്ഷേ ഇക്കാര്യം പരസ്യമായി തുറന്നു സമ്മതിക്കാൻ പിണറായി വിജയൻ തയ്യാറല്ല. അതിനുദാഹരണമാണ് ശബരിമല ക്ഷേത്രത്തിന്റെ മഹത്വത്തെയും ഭക്തരെയും പ്രകീർത്തിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം. എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ആശയ ചുരുക്കം? ശബരിമലയ്ക്ക് ഒരു വേറിട്ട ചരിത്രമുണ്ടത്രേ. വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാവർക്കും പ്രാപ്തമായ ആരാധനാലയമാണ് എന്ന് ഘനഗംഭീര വാക്കുകൾ കൊണ്ട് വാചക കസർത്തു നടത്തുന്ന മുഖ്യമന്ത്രി ഇപ്പോഴെങ്കിലും പറയണം, ഇപ്പോഴും യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നുണ്ടോ എന്ന്. അതുകൂടി സംഗമത്തിൽ ഉറക്കെ വിളിച്ചു പറയാൻ മുഖ്യമന്ത്രി ധൈര്യപ്പെടാത്തതെന്താണ്? തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടതെന്ന് സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത് എന്ന് ഏകപക്ഷീയമായ തീരുമാനത്തിലൂടെ അന്ന് വിശ്വാസികളുടെ ഹൃദയം തകർത്ത താങ്കൾ തന്നെ ആ തെറ്റ് ഏറ്റുപറയുന്നതല്ലേ ഉചിതം? അങ്ങനെ തെറ്റ് ഏറ്റുപറയുകയാണ് എങ്കിൽ അന്ന് ശബരിമല പ്രക്ഷോഭങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമോ എന്ന് വ്യക്തമാക്കാൻ കൂടി സർക്കാരും CPMും പിണറായി വിജയനും തയ്യാറാകണം. മറുവശത്ത് അന്നും ഇന്നും ഒരേ നിലപാടുമായി നിൽക്കുകയാണ് പ്രതിപക്ഷം. അന്ന് ശബരിമല യുവതീ പ്രവേശന സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളെ നഖശിഖാന്തം എതിർത്തിരുന്നവരാണ് പ്രതിപക്ഷവും BJPയും. ഇന്ന് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സർക്കാർ നടത്തുന്ന തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിനെ എതിർക്കാനും അവർ മുൻപന്തിയിലുണ്ട്. ഭക്തരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കരുത് എന്നും ആചാരങ്ങൾ ലംഘിക്കരുത് എന്നും അന്ന് നിലപാടെടുത്തവരാണ് കേരളത്തിലെ കോൺഗ്രസ് അടക്കമുള്ള UDF നേതൃത്വം. അന്ന് അതിൻ്റെ പേരിൽ CPMന്റെ പരിഹാസവും കുറ്റപ്പെടുത്തലും ഏറെ ഏറ്റവർ.
ഇന്ന് അയ്യപ്പ സംഗമം എന്ന തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് നടത്താൻ സർക്കാർ നീക്കം തുടങ്ങിയപ്പോൾ മുതൽ വിശ്വാസികളെ രാഷ്ട്രീയത്തിന് വേണ്ടി ചൂഷണം ചെയ്യരുത് എന്നാണ് UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പ സംഗമം നടത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ UDF ചോദിച്ച ചോദ്യങ്ങൾ കൃത്യമായിരുന്നു. യുവതീ പ്രവേശന സമയത്തെടുത്ത നിലപാട് തെറ്റായിരുന്നുവെന്ന് സമ്മതിക്കുമോ എന്നായിരുന്നു ഒന്ന്. അത് തെറ്റായിരുന്നുവെന്ന് അന്നത്തെ ദേവസ്വം മന്ത്രിയും ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കുന്നു. അതൊക്കെ കഴിഞ്ഞുപോയ അധ്യായങ്ങളായിരുന്നുവെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ മറക്കാൻ CPM-ന് സാധിച്ചാലും അന്ന് വികാരം വ്രണപ്പെട്ട വിശ്വാസികൾക്ക് അതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാനാകുമെന്ന് തോന്നുന്നുണ്ടോ? UDF ഉയർത്തിയ മറ്റൊരു ചോദ്യം അന്ന് നാമജപ ഘോഷയാത്രയ്ക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമോ എന്നാണ്. അതിൽ ഇനിയും സർക്കാരും CPM-ഉം വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒന്ന് ഓർത്തു നോക്കൂ, വലിയ ആദർശം പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഈ അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകി നിൽക്കുന്ന ഒരാളെ കുറിച്ച്. വാ തുറന്നാൽ വിദ്വേഷം വിളമ്പുന്ന വെള്ളാപ്പള്ളി നടേശൻ, നാഴികയ്ക്ക് 40 വട്ടം മതേതരത്വം വിളമ്പുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടായിരിക്കും വെള്ളാപ്പള്ളി നടേശനെ പോലൊരു വിദ്വേഷവാദിയെ ഒപ്പം നിർത്തി കൊണ്ടുപോകുന്നത്? അതും മുഖ്യമന്ത്രിയുടെ കാറിൽ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. നിലപാടില്ലായ്മ ഒരു കുറ്റമല്ല, അതൊരു അലങ്കാരമാക്കരുത് മുഖ്യമന്ത്രി സാർ.